പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇന്റർനാഷണൽ സ്പീഡ് പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. EMS എക്സ്പ്രസ് മെയിൽ സർവീസ് ഇതെന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നതൊക്കെ തന്നെ ഇന്റർനാഷണൽ തലത്തിലുള്ള പോസ്റ്റൽ സർവീസാണ്. ഇത് ടൈം ബൗണ്ടാണ്, ഫാസ്റ്റാണ്, സുരക്ഷിതത്വമാണ്, സെക്യൂർ ആണ്. ഈ ഒരു സർവീസ് വഴി നമുക്ക് ഡോക്യുമെന്റുകൾ, മെർച്ചൻഡൈസുകളൊക്കെ അയക്കാം. ഡോക്യുമെന്റ്സ്, പിന്നെ മെർച്ചൻഡൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൊമേഴ്സ്യൽ ഗുഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അയക്കാൻ, ഇന്റർനാഷണലി അയക്കാൻ സഹായിക്കുന്ന വളരെ റിലയബിളും ഫാസ്റ്റും സെക്യൂർ ആയിട്ടുള്ള ഒരു സർവീസാണ് ഇന്റർനാഷണൽ സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുവാണ്. അതായത് ടൈം ബൗണ്ട്, പ്രൊവൈഡ് സ്വിഫ്റ്റ് ഹൈ പ്രയോറിറ്റി സർവീസ് ഫോർ അർജന്റ് ഡോക്യുമെന്റ്സ് ആൻഡ് പാഴ്സൽസ്. ടൈം ബൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സമയം വെച്ചിട്ടുള്ള സർവീസ്, അതായത് ഇത്ര ദിവസങ്ങളിൽ ഡെലിവറി, അങ്ങനെ സമയം വെച്ചിട്ടുള്ള ഫാസ്റ്റ് എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ് അവിടെ പറയുന്നത്. പിന്നെ ട്രാക്കിങ്, പ്രൊവൈഡ്സ് റിയൽ ടൈം ട്രാക്കിംഗ് ഉണ്ട്. ഇതിന്റെ സ്റ്റാറ്റസ് എവിടെ എത്തിയെന്നൊക്കെയുള്ള നമുക്ക് ട്രാക്ക് ചെയ്ത് അറിയാനുള്ള സൗകര്യമുണ്ട്. നെറ്റ്വർക്ക് കണക്ട്സ് മേജർ കൺട്രീസ് ത്രൂ എ വൈഡ് സ്പ്രെഡ് ഇന്റർനാഷണൽ പോസ്റ്റൽ നെറ്റ്വർക്ക്. ഇതിന്റെ നെറ്റ്വർക്ക് ഉണ്ട്, ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസ് വഴിയുള്ള നെറ്റ്വർക്ക് ഉണ്ട് ഈ ഒരു സർവീസിന്. കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ സർവീസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റ് ആൾട്ടർനേറ്റീവ്സിൽ നിന്നും കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയുന്നു ഈ ഒരു സർവീസ്. രാജ്യത്തുടനീളമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ഓഫീസുകളിലും ഇത് ബുക്ക് ചെയ്യാന്ന് പറയുന്നു EMS. എല്ലാ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ഓഫീസുകളിലും ഇത് ബുക്കിംഗ് അവൈലബിൾ ആണ്. ഐറ്റംസ് കവേർഡ്, ഏതൊക്കെ ഐറ്റംസ് ഇതുവഴി പോകുന്നുണ്ട്, ഡോക്യുമെന്റ്സ് പോകുന്നുണ്ട്, മെർച്ചൻഡൈസ് പോകുന്നുണ്ട്. വെയിറ്റ് ലിമിറ്റ് വരുന്നുണ്ട് 35 kg. ജനറലി 35 kg എന്ന് പറയുന്നുണ്ട്. അതായത് കൺട്രീസ് ടു കൺട്രീസ് ഈ ഒരു വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവാം. റേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതിന്റെ വെയിറ്റിനും പിന്നെ ഡെസ്റ്റിനേഷൻ കൺട്രിക്ക് അനുസരിച്ചാണ് ഈ ഒരു ഇന്റർനാഷണൽ സ്പീഡ് പോസ്റ്റിന്റെ റേറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. അടുത്ത കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോംസിന്റെ കാര്യമാണ്. CN22, CN23. 300 SDR താഴെയുള്ള ലോ വാല്യൂഡ് ഐറ്റംസിന്റെ കൂടെയാണ് CN22 പൂരിപ്പിച്ച് നൽകേണ്ടത്. 300 SDR കൂടുതലുള്ള ഐറ്റംസിന് CN23. SDR എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, അതായത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഐറ്റംസിന്റെ ഒക്കെ വാല്യൂ നിശ്ചയിക്കാനായിട്ട്. ഇപ്പോൾ 1 SDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തത്തുല്യമായിട്ടുള്ള ഇന്ത്യൻ റുപ്പീസ് ഉണ്ടോ, അങ്ങനെ പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള ഈ വാല്യൂ അസസ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, SDR. അങ്ങനെ 300 SDR കൂടുമ്പോൾ CN23യും 300 SDR താഴെയുള്ള ഐറ്റംസ് വരുമ്പോഴത്തേക്കും CN22 ആണ് കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം വരുന്നത്. അടുത്ത ഡയമെൻഷന്റെ കേസാണ് പറയുന്നത്. മാക്സിമം സൈഡ് ലെങ്ത്, നോ സിംഗിൾ സൈഡ് ഓഫ് ദ പാക്കേജ്. ലെങ്ത് ആയിക്കോട്ടെ, വിഡ്ത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈറ്റ് ആയിക്കോട്ടെ, ഇതൊന്നും 1.5 മീറ്റർ കൂടരുത്. പിന്നെ ലെങ്ത് പ്ലസ് ഗർത്ത് 3 മീറ്റർ കൂടരുത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ഗർത്ത് എന്ന്. ഇപ്പൊ ലെങ്ത് പ്ലസ് ഗർത്ത് 3 മീറ്റർ കൂടരുത്. ഒരു സർവീസിന്റെ ടോട്ടൽ അപ്രൂവ്ഡ് കൺട്രീസ് 106 ആണ്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് പറഞ്ഞായിരുന്നല്ലോ, വെയിറ്റും പിന്നെ ഡെസ്റ്റിനേഷൻ കൺട്രിയും അനുസരിച്ചാണ്. 1250 ഗ്രാം, അങ്ങനെയാണ് ഇതിന്റെ ഒരു വെയിറ്റ് സ്ലാബ് എടുക്കുന്നത്. അപ്പൊ അതും കൂടെ അതിനോട് ചേർത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്റർനാഷണൽ സ്പീഡ് പോസ്റ്റ്. ഇതിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ടൈം ബൗണ്ട് സർവീസ് ആണ്, പിന്നെ റിയൽ ടൈം ട്രാക്കിംഗ് ഉണ്ട്. ഇന്റർനാഷണൽ തലത്തിലുള്ള പോസ്റ്റൽ സർവീസ് ആണ്. നമ്മുടെ വൈഡർ നെറ്റ്വർക്ക് അക്രോസ് ദ ഗ്ലോബ് ഉപയോഗിച്ച് നമ്മൾ ഈ സർവീസ് ചെയ്തു കൊടുക്കുന്നു. എല്ലാ കൺട്രീസിനും അതിൻ്റെതായിട്ടുള്ള ഈ പോസ്റ്റൽ സർവീസുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഒരു കാറ്റഗറി ഓഫ് മെയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ഓഫീസിനും അക്രോസ് ദ കൺട്രി ബുക്ക് ചെയ്യാം. ഇതിന് വെയിറ്റ് ലിമിറ്റ് വരുന്നത് 35 kg ആണ്. അത് കൺട്രീസ് ടു കൺട്രി വേരി കൊണ്ടിരിക്കും. ഇന്ത്യയിൽ 35 kg ആണ്. മാക്സിമം സൈഡ് ലെങ്ത് 1.5 മീറ്റർ കൂടരുത്. ലെങ്ത് പ്ലസ് ഗർത്ത് 3 മീറ്ററിൽ കൂടരുത്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വെയിറ്റ് അനുസരിച്ചാണ്. വെയിറ്റ് പിന്നെ ഡെസ്റ്റിനേഷൻ കൺട്രി അനുസരിച്ചാണ് അതിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. 250 ഗ്രാം ആണ് അതിന്റെ ഒരു വെയിറ്റ് സ്ലാബ് ആദ്യം വരുന്നത് ഇനിഷ്യലി. ടോട്ടൽ അപ്രൂവ്ഡ് കൺട്രീസ് പ്രസന്റ്ലി 106 ആണ്. പിന്നെ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോംസ് 300 SDR താഴെയുള്ള ലോ വാല്യൂ ഐറ്റംസിനൊക്കെ CN22ഉം 300 SDR കൂടുതലുള്ളതിന് CN23 ആണ്. അപ്പൊ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളെ അറിയപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.